Hello dear viewers. അമൃത ടെലിവിഷനും RP എന്റർടൈൻമെന്റ്സും ചേർന്ന് അവതരിപ്പിക്കുന്ന ഫൺസ് അപ്പോൺ എ ടൈം സീസൺ 4 സ്റ്റാൻഡ് അപ്പ് ഫോർ ഗേൾസ് മലയാളത്തിലെ ആദ്യത്തെ സ്റ്റാൻഡ് അപ്പ് കോമഡി ഷോയിലേക്ക് എല്ലാ പ്രിയമുള്ള പ്രേക്ഷകർക്കും സ്വാഗതം. പ്രേക്ഷകർക്കാരുടെ ട്രീറ്റ് റെഡിയാണ്. ഒരു ഹൈലി ടാലന്റ് ആയിട്ടുള്ള ഒരു കൂട്ടം ഫീമെയിൽ സ്റ്റാൻഡ് അപ്പ് കൊമേഡിയന്മാർ റെഡി ആയിട്ട് നിൽക്കുവാണ്. നമുക്ക് എപ്പിസോഡിലേക്ക് കിടക്കാം. ആസ് വി സ്റ്റെപ്പ് ഇൻ നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസിനെ വെൽക്കം ചെയ്യുന്നു. ലെറ്റ്സ് വെൽക്കം രമേശ് ഏട്ടൻ, രചന നാരായണൻകുട്ടി. അപ്പോ രണ്ട് മിടുമിടുക്കളായ സ്റ്റാൻഡപ്പ് കൊമേഡിയൻസ് ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെ വെൽക്കം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം അഞ്ജലി ആൻഡ് ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മി സ്വാഗതം. അഞ്ജലി ദാസ്. എന്ത് ചെയ്യുന്നു അഞ്ജലി? ഞാനിപ്പോ ഒന്നും ചെയ്യുന്നില്ല ഏട്ടാ, കാരണം കുറെ ജോലികൾ ചെയ്തു. ഇപ്പൊ ഒന്നിലും ക്ലച്ച് പിടിക്കുന്നില്ല. എന്നാ നമുക്ക് ഇവിടെ പിടിച്ചേക്കാം ആ ക്ലച്ച്. ഓ ഉറപ്പായിട്ടും. അഞ്ജലി എവിടുന്നാ വരുന്നേ? ഞാൻ വരുന്നത് വൈക്കത്ത് നിന്നാണ്. പിന്നെ ഏറെക്കുറെ രമേശ് ഏട്ടന്റെ നാട്ടിൽ നിന്ന് തന്നെയാണ് വരുന്നത്. അതെ, ഞാനും വൈക്കം താലൂക്കാണല്ലോ. വൈക്കത്ത് എവിടെ? വടയാർ. വടയർ വരെയാണോ? ആഹാ, അത് ഗംഭീരായി. മാത്രല്ല ഒരു ചെറിയ കണക്ഷനും കൂടെ ഉണ്ട്. എന്താ പറ? ചേട്ടൻ പഠിച്ച കോളേജിലാണ് ഞാൻ പഠിച്ചത്. താൻ ഏതാ കോഴ്സ് പഠിച്ചത്? BSc കെമിസ്ട്രി. ഞാൻ BA പൊളിറ്റിക്സ്. നമ്മള് പോളിക്കും. നമ്മള് സൂപ്പർ സീനിയർ ആണ് അല്ലേ? അതെ അതെ. അടിപൊളി, സൂപ്പർ. ശ്രീലക്ഷ്മി നമസ്കാരം. എവിടുന്നാ വരണേ? ഞാൻ എറണാകുളത്ത് തന്നെയാണ്. എന്താ ചെയ്യണ ശ്രീലക്ഷ്മി? ഞാനിപ്പോ BBA പഠിക്കുന്നു. അപ്പൊ ഇത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണോ സ്റ്റാൻഡപ്പ് കോം? ഫസ്റ്റ് ടൈം ആണ്. അടിപൊളി. ഫസ്റ്റ് ടൈം ഇൻ ചാനൽ 2. സൂപ്പർ. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. അപ്പം സ്റ്റാൻഡപ്പ് മേഖലയിൽ ക്ലച്ച് പിടിക്കാൻ നമ്മുടെ അഞ്ജലിയും വെരി ഫസ്റ്റ് സ്റ്റാൻഡപ്പ് പെർഫോമൻസിന് നമ്മുടെ ശ്രീലക്ഷ്മി റെഡിയാണ്. ആരാദ്യം പെർഫോം ചെയ്യും? കൺഫ്യൂഷൻ വേണ്ട, നിങ്ങൾക്ക് ഇവിടെ ഒരു ചോദ്യം തരുന്നതായിരിക്കും. അപ്പൊ 3 സിനിമാ കഥകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരൊറ്റ കഥ ഇവിടെ പറയും. നിങ്ങൾ ആ 3 സിനിമകൾ ഏതൊക്കെയാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യണം. ആരാണ് കൃത്യമായിട്ട് പറയുന്നത് അവർക്കായിരിക്കും ആദ്യത്തെ അവസരം ലഭിക്കുന്നത്. വെരി സിമ്പിൾ. അപ്പൊ കഥ പറയാനായിട്ട് ഞാൻ എന്റെ സ്വന്തം താത്ത പ്രോ മാക്സിനെ ഇങ്ങോട്ടേക്ക് വിളിക്കുകയാണ്. താത്ത നമ്മുടെ പിള്ളേര്. മോളുടെ വരവ് സൂപ്പർ ആയിരുന്നു കേട്ടാ. ഫാഷൻ പരേഡിനൊക്കെ പങ്കെടുക്കാറുണ്ടാ? ആഗ്രഹമുണ്ട്. ഫാഷൻ പരേഡിന് ആഗ്രഹമുള്ള അതുപോലെയാ വന്നത്. മോളുടെ വരവും സൂപ്പർ ആയിരുന്നു. വിശാരടിയേ, എന്തോ ഇതൊക്കെ എന്റെ വിശേഷങ്ങള്. സുഖമായിട്ടിരിക്കുന്നു താത്താ പ്രോ. രചന വല്ലതുണ്ടാ? അടുത്തന്നെ ഒരു പുസ്തകം ഇറങ്ങാതിരിക്കുന്നുണ്ട്. അതെ അതെ. അത് ശരി. മോഹൻലാലിനെ വെച്ചാ മമ്മൂട്ടിനെ വെച്ചാ? ഏയ് പുസ്തകമാണ്. ശരിക്കും പറഞ്ഞ ആണോ? ആഹാ, എന്താ അതിന്റെ പേര്? എന്ത് രസാന്നറിയോ? എന്ത് രസാന്നറിയോ? നല്ല ടൈറ്റിലാണ്. എന്തായാലും ആദ്യത്തെ കോപ്പി എനിക്ക് തന്നെ. തീർച്ചയായിട്ടും താത്തയ്ക്ക് ആ ഒരു പുസ്തകം വിറ്റല്ലോ. അപ്പൊ എന്തായാലും ഇവിടെ അടിപൊളിയായിട്ട് പെർഫോം ചെയ്യണം. രണ്ടുപേർക്കും ആശംസകൾ നേരുന്നു. അപ്പൊ നമുക്ക് തുടങ്ങാം. ഇതാണ് കണ്ട എന്റെ കൊച്ചോളാ. അപ്പൊ കഥ വായിക്കട്ടെ. 3 സിനിമയുണ്ടാ, ശ്രദ്ധിച്ചു കേട്ടോ. വൺസ് അപ്പോൺ എ ടൈം. 4 അനിയന്മാർക്ക് ഒരേ ഒരു ചേട്ടൻ. അവരുടെ വീട്ടിലേക്ക് വന്ന കാട്ടിപ്പിള്ളി പപ്പന്റെ പെങ്ങൾ കുളത്തിൽ വീണ് മരിച്ചു. ഇത് വലിയ പ്രശ്നമായി. ഇതറിഞ്ഞ ചേട്ടൻ ആരാണിത് ചെയ്തത് എന്ന് ചോദിച്ചു. അപ്പോൾ ട്യൂഷൻ സാർ പറഞ്ഞു, അവളൊന്ന് ഒച്ച വെച്ചിരുന്നെങ്കിൽ, ഒന്നുറക്കെ കരഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഉണർന്നേനെ മാധവൻകുട്ടിയെന്ന്. ഇതിനിടയിൽ മറ്റൊരു ചേട്ടൻ കൊച്ചമ്മണി ടീച്ചറെ വിവാഹം ചെയ്തതറിഞ്ഞ് വലിയ പ്രശ്നമുണ്ടാവും എന്ന് വിചാരിച്ചെങ്കിലും എല്ലാം ശുഭമായി കലാശിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, കേറിവാടാ മക്കളെ, കേറിവാ. അഞ്ജലി, ഏതൊക്കെ സിനിമയാണ്? മേലെപ്പറമ്പിൽ ആൺവീട്, വല്യേട്ടൻ. അയ്യോ, NN പിള്ള സാറിന്റെ ആണ്. ഗോഡ് ഫാദർ. മേലെപ്പറമ്പിൽ ആൺവീട്, വല്യേട്ടൻ, ഗോഡ് ഫാദർ. ശ്രീലക്ഷ്മി പറയൂ. ഞാനൊന്ന് കണ്ടിട്ട് പോലും ഇല്ലാത്ത സിനിമകളാ. സിനിമ കണ്ടിട്ടില്ല. ഒന്നുകൂടെ പറയൂ. മേലെപ്പറമ്പിൽ ആൺവീട്, വല്യേട്ടൻ, ഗോഡ് ഫാദർ. മേലെപ്പറമ്പിൽ ആൺവീട് എന്നുള്ളൊരു പദം ഇല്ലാട്ടാ. ഇല്ല. ഇതില് 3 ചിത്രങ്ങളില് 2 എണ്ണം കറക്റ്റ് ആയിട്ട് പറഞ്ഞു. താത്ത ഒന്നുകൂടെ കഥ വായിച്ചു താത്തെ. കഥ 4 അനിയന്മാർക്ക് ഒരേ ഒരു ചേട്ടൻ. അവരുടെ വീട്ടിലേക്ക് വന്ന കാട്ടിപ്പിള്ളി പപ്പന്റെ പെങ്ങൾ കുളത്തിൽ വീണ് മരിച്ചു. അത് പറഞ്ഞു.
ഇനി അത് കഴിഞ്ഞപ്പോൾ ട്യൂഷൻ സാറ് പറഞ്ഞു അവളൊന്ന് ഒച്ച വെച്ചിരുന്നെങ്കിൽ ഒന്ന് ഉറക്ക കരഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഉണർന്നേനെ ഹിറ്റ്ലർ. അടിപൊളി കറക്റ്റ്. വല്യേട്ടൻ, ഹിറ്റ്ലർ, ഗോഡ്ഫാദർ. യെസ്, കറക്റ്റ് കറക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നു. വെരി ഗുഡ് അഞ്ജലി. അപ്പോൾ ആദ്യം പെർഫോം ചെയ്യുന്നത് അഞ്ജലി ആയിരിക്കും. അപ്പോൾ ഈ എപ്പിസോഡിൽ ആദ്യം പെർഫോം ചെയ്യുന്നത് അഞ്ജലി ദാസ്. നമസ്കാരം, ഞാൻ അഞ്ജലി ദാസ്, കളപ്പുരയ്ക്കൽ വീട്, ശിവദാസൻ മകൾ. മുൻപ് ധാരാളം ജോലികൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു തൊഴിലന്വേഷക. നമ്മുടെയൊക്കെ നാട്ടിലെ നമ്മൾ ആദ്യമായിട്ട് ചെയ്തൊരു തൊഴിലുണ്ടാവും. എല്ലാവർക്കും അതിലെ കുറേയേറെ അനുഭവങ്ങളും ഉണ്ടാവും. ഇല്ലേ താത്തക്കില്ലേ? എനിക്കുണ്ട്. എൻ്റെ ഡിഗ്രി പഠനമൊക്കെ കഴിഞ്ഞൊരു 2010 കാലഘട്ടത്തിൽ വീടിനടുത്തുള്ള സ്റ്റുഡിയോയിലാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് ജോലിക്ക് പോകുന്നത്. അതൊരു വൈക്കത്തഷ്ടമിയുടെ തിരക്കുള്ള ദിവസമായിരുന്നു. ഈ വൈക്കത്തഷ്ടമിയെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് 2 കാര്യങ്ങളാണ് ഓർമ്മ വന്നത്. ഒന്ന്, ഇന്ന് എനിക്ക് കോസ്റ്റ്യൂം തരാമെന്നും പറഞ്ഞ് വൈക്കത്തുനിന്ന് വരാനിരുന്ന കൂട്ടുകാരി നൈസായിട്ട് എന്നെ തേച്ചു. ഈ കോസ്റ്റ്യൂമിലൊക്കെ എന്ത് കാര്യം അല്ലേ? പെർഫോമൻസിലല്ലേ കാര്യം? ആണോ? ആയിരിക്കും. പിന്നെ രണ്ടാമത്തത്, ഈ കഴിഞ്ഞ വൈക്കത്തഷ്ടമിക്ക് അമ്പലത്തിൽ നല്ല തിരക്കുള്ള ദിവസം ഒരു അനൗൺസ്മെന്റ്. ചേർത്തലയിൽ നിന്നും വന്ന കാർത്തിയായനെയും വൈക്കത്തെ ശിവനെയും കാത്ത് സ്റ്റേജിന്റെ പിന്നിൽ വെയിറ്റ് ചെയ്യുന്നു. എത്രയും പെട്ടെന്ന് ശിവൻ സ്റ്റേജിന്റെ പിന്നിൽ റിപ്പോർട്ട് ചെയ്യുക. ഇത് കേട്ടതും ഉള്ള ആൾക്കാർ മുഴുവൻ എടാ ചേർത്തലേന്ന് ദേവി വന്നെന്നും പറഞ്ഞുകൊണ്ട് സ്റ്റേജിന്റെ പുറകിലോട്ട് ഓട്ടം. അവിടെ ചെന്നപ്പോ ആരാ സ്റ്റേജിന്റെ പിന്നിൽ? ആരാ? എന്റെ അമ്മൂമ്മ കാർത്തിയായനി. വൈക്കത്തഷ്ടമിക്ക് രചനാ നാരായണൻകുട്ടിയുടെ ഡാൻസ് ഉണ്ടെന്നും പറഞ്ഞ് വീട്ടുകാരോടൊന്നും പറയാതെ ഒറ്റയ്ക്ക് വന്നതാ. ആ ആൾക്കൂട്ടത്തിനിടക്ക് ഒറ്റപ്പെട്ടു പോയി പാവം എൻ്റെ അച്ഛൻ ശിവദാസിനെ കാണാൻ വേണ്ടി അനൗൺസ്മെന്റ് ചെയ്തത്. നമുക്കേ നമ്മുടെ സ്റ്റുഡിയോയിലോട്ട് വരാം. ഞാൻ ആദ്യത്തെ ദിവസം ആ സ്റ്റുഡിയോയിൽ കാല് കുത്തിയപ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാം കൂടെ ഇതിൽ കൂടുതൽ എന്തു വരാനാ എന്നൊരു ഭാവത്തിലായിരുന്നു നോക്കിയത്. അതിന്റെ കാരണം നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും. എൻ്റെ മുതലാളി സുന്ദരനും സുശീലനും സർവോപരി നമ്മുടെ മുടി മുഴുവൻ ഇങ്ങനെ ചെമ്പിപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരാളുമായിരുന്നു. ആദ്യത്തെ ദിവസം തന്നെ പുള്ളിക്ക് ഞാനൊരു പേര് കൊടുത്തു, ഒരിരട്ടപ്പേര്, ചെമ്പൻകുഞ്ഞ്. പക്ഷെ ആ കടയിലുള്ളവർ എന്നെ വിട്ടില്ല, അവരെനിക്കും പേരിട്ടു, കാർതമ്മ. ഇങ്ങനെ എന്തായാലും ഞാൻ എൻ്റെ സ്റ്റുഡിയോ ജീവിതമായിട്ട് മുന്നോട്ട് പോയി. ഒരു ദിവസം ഞാനും മെയിൻ ഫോട്ടോഗ്രാഫറും കൂടെ സ്റ്റുഡിയോയിൽ ഇരിക്കുമ്പം ഒരു രാഷ്ട്രീയക്കാരൻ വെള്ളയും വെള്ളയൊക്കെ ഓടി പാഞ്ഞു വന്നു. പുള്ളി പറഞ്ഞേ ഒരു പാസ്പോർട്ട് വേണം, ദേ ഇങ്ങനെ നിൽക്കുന്ന ഒരു ഫോട്ടോ വേണം, വലിയ പ്രിന്റ് ആയിരിക്കണം, ഉച്ചക്ക് മുമ്പ് പ്രചരണത്തിന് മുമ്പ് കൊടുക്കാനാണെന്ന്. ഞാൻ പറഞ്ഞു ശരി ഏട്ടാ, റെഡി ആയിക്കോന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു അതൊന്നും വേണ്ട, നിങ്ങൾ ആ കമ്പ്യൂട്ടറിനോട് പറഞ്ഞാൽ മതി, അത് തന്നെ എല്ലാം ചെയ്തോളൂ എന്ന്. ഇന്നത്തെ AI സംവിധാനമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പുള്ളി ഇല്ലാതെ ഫോട്ടോ എടുത്തു കൊടുക്കായിരുന്നു. പിന്നെ എൻ്റെ ഫോട്ടോഗ്രാഫർ പറഞ്ഞു ചേട്ടനെ കമ്പ്യൂട്ടറിന് അറിയില്ലല്ലോ, അപ്പൊ നിങ്ങൾ തമ്മിലൊന്ന് പരിചയപ്പെടണം. അത് കഴിയുമ്പം ചേട്ടൻ ഇഷ്ടമുള്ള ഫോട്ടോ കമ്പ്യൂട്ടർ തരും. ഓ അങ്ങനെയാണല്ലേ, ആയിക്കോട്ടെ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പുള്ളി ഫോട്ടോ എടുക്കാനായിട്ട് പോയി. ഇന്ന് അദ്ദേഹം ഞങ്ങളുടെ നാട്ടിൽ അറിയപ്പെടുന്നൊരു നേതാവാ. ഇതുപോലെയുള്ള തിരുമണ്ടന്മാര് ഭരിച്ച നമ്മുടെ നാടിന്റെ അവസ്ഥ എന്താന്ന് നിങ്ങൾക്ക് ഊഹിക്കാലോ. ഈ നേതാവ് അങ്ങ് പോയി കഴിഞ്ഞപ്പോ ഇതും പറഞ്ഞ് ഞാനും ഈ ഫോട്ടോഗ്രാഫറും കൂടെ ഒരു ചിരി തുടങ്ങി. ചിരിച്ച് അങ്ങനെ ഇരിക്കുമ്പോഴാ ഹെഡ് മാസ്റ്ററിന്റെ സ്വഭാവമുള്ള ഞങ്ങളുടെ മുതലാളിയുടെ വരവ്. പുള്ളി എന്താ ചെയ്തെന്നറിയാവോ? ഈ ഫോട്ടോഗ്രാഫറിനെ അങ്ങ് കുമരകത്തേക്ക് ട്രാൻസ്ഫർ അടിച്ചു കളഞ്ഞു. അവിടെ ഒരു സ്റ്റുഡിയോ ഉണ്ട്. എൻ്റെ മുതലാളിക്ക് 3 സ്റ്റുഡിയോ ഉള്ളത്, 2 എണ്ണം നമ്മുടെ ടൗണിലും, ഒന്നങ്ങ് കുമരകത്തും. അവിടെയൊക്കെ ഈ മുതലാളി ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി, ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി, ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി, ഈ രീതിയിലാണ് ഇരുത്തിയിരിക്കുന്നത്. ഇത് പുള്ളിയുടെ ഒരു ബിസിനസ് ട്രിക്കാ. പക്ഷെ ഈ ട്രിക്കൊക്കെ പൊളിയണ ഒരു സമയമുണ്ട്. ഒരു 1-2 ആഴ്ച കഴിയുമ്പം ഈ ആൺകുട്ടിയും ഈ പെൺകുട്ടിയും തമ്മിൽ ചെറിയൊരു കെമിസ്ട്രി അങ്ങ് വർക്കൗട്ട് ആവും. ഈ സമയത്തില്ലേ ഈ മുതലാളി എവിടെ നിന്നാന്ന് അറിയത്തില്ല, അവിടെ കൃത്യമായി പ്രത്യക്ഷപ്പെട്ടിട്ട് ഒരു ഷഫളിംഗ് ആണ്. അപ്പുറത്തെ സ്റ്റുഡിയോയിലുള്ള സുനീഷ് ഇപ്പുറത്ത് വരും, ഇവിടെയുള്ള ഹെലൻ അങ്ങോട്ട് പോകും, അവിടെയുള്ള രതികൾ ഇങ്ങോട്ട് വരും. പിന്നെ ഞാനും ചെറിയ രീതിയിൽ ഈ ട്രാൻസ്ഫറിന് വിധേയമായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം എൻ്റെ മുതലാളി എന്നെ ഒരു വലിയ ഉത്തരവാദിത്തം ഏൽപ്പിച്ചു. പുള്ളിയുടെ പേരും ഫോൺ നമ്പറും എഴുതിയ ഒരു പേപ്പറും ഒരു 1200 രൂപയും എൻ്റെ തന്നിട്ട് പറഞ്ഞു, ഡോ ഇതുകൊണ്ട് ആ സമയം കൊണ്ട് അടച്ചിട്ട് വരാൻ പറഞ്ഞു. നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ? ആർക്കെങ്കിലും പിടികിട്ടിയാ? ഇല്ലല്ലോ, എനിക്കും മനസ്സിലായില്ല. ഇനി രണ്ടാമത് ചോദിക്കാനൊക്കോ?
അവിടെ ഫോട്ടോ എടുക്കാൻ വന്ന കസ്റ്റമറിന്റെ മുന്നിൽ വെച്ച് ദേഷ്യപ്പെടും. എവിടെയാണോ നിങ്ങളുടെയൊക്കെ ശ്രദ്ധ എന്ന് ചോദിക്കും. ആ നാണക്കേട് ഭയന്ന് ഞാൻ ആ പേപ്പറും പൈസയും മേടിച്ച് പുറത്തോട്ട് ഇറങ്ങി. എന്നിട്ടേ ഞാൻ വഴുനീളം ആലോചിക്കുക, ഈ പുള്ളി എന്നെ എങ്ങോട്ടാ വിട്ടതെന്ന്. പിന്നെ പുള്ളി പറഞ്ഞതിൽ ഏതോ ഒരു എന്നൊരു അക്ഷരം ഞാൻ കേട്ടു. അതും പിടിച്ചോണ്ട് ഞാൻ നേരെ VSM എന്ന് പറയുന്ന ആശുപത്രിയിലോട്ട് ചെന്നു. അവിടെ ഒരു നേഴ്സിന്റെ കയ്യിൽ ഇതങ്ങ് കൊടുത്തു. അപ്പൊ നേഴ്സ് എന്നെ ഇങ്ങനെ സംശയത്തോടെ നോക്കിയിട്ട് ആ ഫോൺ നമ്പറിൽ വിളിച്ചു. അപ്പൊ എനിക്ക് അപ്പുറത്തുനിന്ന് കേൾക്കാം മുതലാളിയുടെ ശബ്ദം. ആ മന്ദബുദ്ധിനെ ഞാൻ BSNLന്റെ ബില്ലടയ്ക്കാൻ വിട്ടതാന്ന്. എന്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കണം. അതും പോരാഞ്ഞിട്ട് ആ നേഴ്സ് എന്നോട് പറയുക, മോളെ ഇത് VSM ഹോസ്പിറ്റലാണ്, ഇവിടെ BSNLന്റെ ബില്ലടയ്ക്കില്ലെന്ന്. ഞാൻ ഒരു വിധത്തിൽ സ്റ്റുഡിയോയിലെത്തി. ബാഗ് അകത്തിരിക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ ആ വഴി വീട്ടിൽ പോയേനെ. ഞാൻ പിന്നെ അകത്ത് ചെന്നു. ഒരു മൈൻഡും ചെയ്യാതെ അവിടെ ഇരുന്ന് ഭയങ്കര തിരക്കിട്ട് അങ്ങ് ജോലികളിൽ മുഴുകി. കുറച്ച് കഴിഞ്ഞപ്പോഴേ ഈ മുതലാളി എന്നെ നോക്കിയിട്ട് ഇങ്ങനെ ഒരു ചിരി. ഞാനും ചെറുതായിട്ട് ചിരിച്ചിട്ട്, എനിക്ക് കുറെ ജോലി തിരക്കുള്ളതല്ലേ, ഞാൻ മൈൻഡ് ആക്കിയില്ല. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോ പുള്ളി പിന്നെയും ഇങ്ങനൊരു ചിരി. ഈ പ്രക്രിയ ഏതാണ്ട് അരമണിക്കൂർ ഇടവിട്ട് അവിടെ നടന്നുകൊണ്ടിരുന്നു. ഞാൻ എന്നോടല്ല എന്നുള്ള രീതിയിൽ ഇങ്ങ് തിരിഞ്ഞിരുന്ന് കളഞ്ഞു. പിന്നെ രമേശ് ചേട്ടനറിയാലോ, ഈ വൈക്കത്തഷ്ടമി നടക്കുമ്പം കുറെ ടൂറിസ്റ്റുകൾ വരും. അങ്ങനെ ഒരു ദിവസം ഞങ്ങളുടെ സ്റ്റുഡിയോയിലേക്ക് ഒരു സായിപ്പ് വന്നു. അപ്പോൾ ഈ സായിപ്പ് കയറി വന്ന് മുതലാളിയുടെ അടുത്തോട്ട് ഇരുന്നപ്പോൾ മുതലാളി നേരെ CFL ബൾബിലേക്ക് നോക്കി. സായിപ്പ് ഫോട്ടോഗ്രാഫർ അടുത്തിട്ട് നിന്നു. പുള്ളി നേരെ സീലിംഗ് ഫാനിലേക്ക് നോക്കി. അവസാനം ഞാൻ ഇടപെട്ടു. എനിക്കറിയാവുന്ന മുറി ഇംഗ്ലീഷൊക്കെ വെച്ച് ഞാൻ പുള്ളിയോട് സംസാരിച്ചു. അപ്പം എന്താ, അഷ്ടമിയുടെ ഒരു CD വേണം. ഞാൻ CD ഒക്കെ എടുത്തു കൊടുത്തു, പൈസയൊക്കെ വാങ്ങിച്ചു. ഞങ്ങൾ തമ്മിലൊന്ന് പരിചയപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ പേരാണ് ഫെർണാണ്ടസ് ഫ്രെഡി. അപ്പോൾ ഫ്രെഡി എൻ്റെ പേരും ഒക്കെ ചോദിച്ചു. അങ്ങനെ ഫ്രെഡി സാഹിബ് പോയി കഴിഞ്ഞപ്പം വീണ്ടും വരുന്നു മുതലാളിയുടെ ഒരു കമൻറ്റ്, ഓ ഇവിടെ വേറെ ആർക്കും ഇംഗ്ലീഷ് അറിയില്ലല്ലോ എന്ന്. സത്യം പറഞ്ഞല്ലേ, എനിക്കത് നന്നായിട്ട് അങ്ങ് സുഖിച്ചു. പക്ഷേ ഉണ്ടല്ലോ, പിറ്റേ ദിവസം ആ വഴി പോയ സായിപ്പ് എന്നെ നോക്കിയിട്ടൊരു ഹായ്. ഒരു ഹായ് അല്ലേ, ഞാനും കൊടുത്തൊരു ഹായ്. തൊട്ടടുത്ത ദിവസം പുള്ളി ഹായ്. ഓ ഞാനൊരു ഹായ്. ഇത് കണ്ടോണ്ടിരുന്നപ്പം എൻ്റെ സ്റ്റുഡിയോയിലുള്ളവർക്ക് ഒരു സംശയമായി, ഇനി അഞ്ജലിയും ഫ്രെഡിയും തമ്മിൽ എന്തെങ്കിലും കെമിസ്ട്രി വർക്കൗട്ട് ആയോ? പിന്നെ ഈ സായിപ്പന്മാർക്കൊക്കെ എൻ്റെ സ്വർണ്ണ നിറമുള്ള ആൾക്കാരോടൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ ആ സമയത്ത് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കൊരു ചെറിയ കൺഫ്യൂഷൻ, ഇനി സായിപ്പിന് എന്നോട് വല്ല ലവ് ആണോ? ഭാവിയിൽ ഞങ്ങളെങ്ങാനും ലവ് ആകുമോ? എന്തിനധികം പറയുന്നു, ഞങ്ങളൊരു മനക്കോട്ട അങ്ങ് കെട്ടി. പിന്നെ രചന മാമിനെയും അതുപോലെ ഡയാനി ചച്ചനെയും കാണാൻ നയൻതാരയുടെ കട്ടുണ്ടെന്ന് പറയും പോലെ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയി എന്നെപ്പറ്റി. ഞാൻ പാടി, എന്തു ഭംഗി എന്നെ കാണാൻ എന്റെയോ മലാളേ, ഞാനൊരു സുന്ദരിയല്ലേ ദേവമനോഹരിയല്ലേ, ഞാനൊരു സുന്ദരിയല്ലേ ദേവമനോഹരിയല്ലേ. കുറച്ചു മുമ്പ് രമേശ് പിഷാരിച്ചേട്ടൻ പാടി, 5 ശരങ്ങളും പോരാതെ നിൻമൊഴി. ചേട്ടാ ഒരു 2 വരി എനിക്കൂടെ ബാക്കി പാടാവോ? 7 സ്വരങ്ങളും പോരാതെ മന്മഥൻ, എന്താ ഗന്ധർവൻ നിൻമൊഴി സാധകമാക്കി, നിൻ തേൻമൊഴി സാധകമാക്കി. ഇത് യൂസഫ് അലി കേശേരി എന്ന് പറയുന്ന എഴുത്തുകാരൻ എഴുതിയ പാട്ടാണ്. പരിണയം എന്ന് പറയുന്ന സിനിമ. രവി ബോംബെയാണ് സംഗീതം. എൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് മല്ലീശ്വരൻ, അതായത് കാമദേവന്റെ കയ്യിൽ 5 അമ്പുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. അതിങ്ങനെ ഇടുമ്പോഴാണ് നിങ്ങൾ പറഞ്ഞ കെമിസ്ട്രി വർക്കൗട്ട് ആവുന്നത് ഓരോരുത്തർ തമ്മിൽ. നമ്മളിങ്ങനെ അടുത്തിരിക്കുമ്പോൾ അരവിന്ദം, അശോകം, ചൂതം, നവമാലിക, നീലോൽപ്പലം. 5 നിന്റെ മിഴിയിൽ നീലോൽപ്പലം, നിന്നുടെ ചുണ്ടിൽ പൊന്നശോകം, നിൻ കവിളിണയിൽ കനകാംബരം, നീയൊരു നിത്യവസന്തം. താത്തേ ഞാനൊരു ലോകത്തിലേക്ക് പോയി, വീരാനിക്ക എന്നെ നോക്കി പാടിക്കൊണ്ടിരുന്ന പാട്ടാണ്. അങ്ങനെ 5 അമ്പുകൾ ഇടുമ്പോഴാണ്. അപ്പം 5 ശരങ്ങളും പോരാഞ്ഞിട്ട് മന്മഥൻ നിൻ ചിരി സായകം എന്ന് പറഞ്ഞാല് അമ്പ്.
നിന്റെ ചിരി എടുത്തിട്ട് അസ്ത്രമാക്കി എന്നൊക്കെ പറയുന്ന വലിയ ചിന്തകളുള്ള ഒരു പാട്ടാണ്. അത് വെറുതെ ഇവിടെ പാടിയതിന് ഗംഭീരമായി കേട്ടോ. നമ്മളിവിടെ പറഞ്ഞു നിർത്തിയത് നമ്മൾ പറഞ്ഞു നിർത്തിയത് സായിപ്പിനെ ഭ്രമിപ്പിക്കാൻ വേണ്ടി താൻ ചെറിയ ചില പാട്ടുകൾ. അപ്പൊ നമ്മള് സായിപ്പായിട്ടുള്ള ജീവിതമൊക്കെ സ്വപ്നം കാണുവാണ്. പിന്നെ ഇതാ എനിക്ക് ഈ ചെറുപ്പം മുതൽ കറുപ്പാണെന്നും പറഞ്ഞിട്ട് എന്നെ കളിയാക്കുകയൊക്കെ ചെയ്ത കുറെ ആൾക്കാരുണ്ടായിരുന്നു. അവരോടൊക്കെയുള്ള പ്രതികാരത്തിന്റെ തുറുപ്പ് ചീട്ടായിട്ടാണ് ഈ സായിപ്പിനെ കെട്ടാനുള്ള വഴികൾ ഞാൻ ആലോചിച്ചത്. ഞാൻ കുറെ മനക്കോട്ടകൾ കെട്ടുക. അതായത് ഈ സായിപ്പിനെ കെട്ടുന്നു, 5-6 വെളുത്ത കുട്ടികളുമായിട്ട് ഞങ്ങൾ അഷ്ടമി തൊഴുന്നു, അങ്ങ് അമേരിക്കയിൽ പോയി കുടുംബശ്രീ ഉണ്ടാക്കുന്നു, ന്യൂയോർക്കിൽ ഞാൻ തൊഴിലുറപ്പിന് പോകുന്നു. അങ്ങനെ എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നെന്നറിയാവോ? പക്ഷേ ഇതെല്ലാം ഒരു നിമിഷം കൊണ്ട് തകർന്നു. ഒരു ദിവസം സ്റ്റുഡിയോയുടെ മുമ്പിൽ ഞാൻ കണ്ടൊരു കാഴ്ചയുണ്ട്. ഈ ഫ്രെഡി സായിപ്പുണ്ടല്ലോ, ഒരു തുരുമ്പിച്ച സൈക്കിള്. ഡാൻസിച്ച് നമ്മുടെ ഈ സൈക്കിൾ കടയിൽ പോലും കിട്ടത്തില്ല, അത്രയും തുരുമ്പ്. അതിന്റെ പുറകില് അതിലും തുരുമ്പിച്ചൊരു ട്രങ്ക് കയറിട്ട് കെട്ടി വെച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ തുളയുള്ളൊരു ബനിയനും ഒരു പിഞ്ഞിക്കീറ നിക്കറും ഇട്ട് ഏന്തി വലിഞ്ഞ് ചവിട്ടുന്നു. അതിന്റെ ഇടയിലും പുള്ളി എന്നെ നോക്കി ഒരു ഹായ്. സത്യം പറഞ്ഞ തിരിച്ചൊരു ഹായ് കൊടുക്കാനുള്ള മാനസികാവസ്ഥ എനിക്കില്ലായിരുന്നു. ഏതോ കടത്തിനെ കിടന്നുറങ്ങുന്ന പിച്ച സായിപ്പായിരുന്നത്. എനിക്ക് തോന്നുന്നതേ അമേരിക്കയിലെ സൊസൈറ്റി ബാങ്കിൽ നിന്ന് കടം എടുത്തിട്ട് പുള്ളിക്ക് മുങ്ങിയതാന്നാ. എന്തായാലും എൻ്റെ സ്റ്റുഡിയോ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല. പുതിയ വിശേഷങ്ങളുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. അഞ്ജലി നല്ല പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു. അഞ്ജലിയുടെ ഡിക്ഷൻ വളരെ രസകരമായിട്ട് അവതരിപ്പിച്ചു. നല്ല ഫ്ലോ ഉണ്ടായിരുന്നു. വെരി ഗുഡ്. നമുക്ക് രജസിനോട് ചോദിക്കാം. അഞ്ജലി ചേട്ടാ, അഞ്ജലി നമ്മളോടൊരു തമാശ പറയാന്നുള്ളതിനപ്പുറേ അഞ്ജലി വന്നിരുന്നിട്ട് നമ്മളോട് അഞ്ജലിയുടെ എന്തോ ഒരു ജീവിതകഥ പറയുന്ന പോലെ അങ്ങ് പറയുക ചില കഥകൾ. ഞാനൊരു സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്യാൻ പോയി, അപ്പം എൻ്റെ മുതലാളിക്ക് അങ്ങനെ ഇതുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പറയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു അഞ്ജലിയുടെ അവതരണം. അഞ്ജലി നല്ല ഉച്ചാരണ ശുദ്ധിയുണ്ട്, എല്ലാ അക്ഷരങ്ങളും തെളിഞ്ഞ് കേൾക്കുന്നു. അതിനുള്ള എല്ലാ ക്വാളിറ്റീസും ഉണ്ടായിരുന്നു. സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ ശരിക്കും? ശരിക്കും ഞാൻ ഈ പറഞ്ഞതെല്ലാം സത്യമാണ്. ഈ ഒരു കാര്യം, ഒരു സന്ദർഭം ഒഴിച്ച്, രചന മാമിന്റെ നൃത്തത്തിന്റെ സമയത്ത് എന്റെ അമ്മാമ്മ ഇല്ലായിരുന്നു. പക്ഷേ ആ സംഭവവും അമ്മാമ്മ ചേർത്തിലേന്ന് ഒറ്റയ്ക്ക് വന്നതും അനൗൺസ്മെന്റ് നടത്തിയതും ഉൾപ്പെടെ ഈ പറഞ്ഞ കാര്യങ്ങൾ ഉൾപ്പെടെ എല്ലാം സത്യമാണ്. ഈ സായിപ്പിന്റെ കാര്യം പറഞ്ഞതോ? സായിപ്പിന്റെ കാര്യവും സത്യമാണ്. ആണോ? ഫ്രെഡി സായിപ്പിനെ പിന്നെ കണ്ടോ? ഇല്ല, ഓരോ അഷ്ടമിക്കും ഞാൻ പ്രതീക്ഷിക്കും. അയ്യോടാ. ശരിയാ, കുറെ ഫോറിനേഴ്സ് ഉണ്ടാവാറുണ്ട് അഷ്ടമി സമയത്ത് അല്ലേ? അഷ്ടമിക്ക് വരലുണ്ട്. ഇപ്പൊ പിന്നെ സായിപ്പന്മാരൊക്കെ മൊത്തത്തിൽ കുറഞ്ഞു. ഞാൻ ചെറുപ്പത്തിൽ അഷ്ടമിക്ക് പോകുമ്പോഴേക്കും ഇഷ്ടംപോലെ സായിപ്പന്മാർ വരുമായിരുന്നു. ഇപ്പൊ ആരും വരാറൊന്നുമില്ല. സായിപ്പന്മാര് മൊത്തത്തിൽ കുറവാണ്. ഗംഭീരമായ അഞ്ജലി, നല്ല രസമുള്ള പ്രകടനമായിരുന്നു കേട്ടോ. പിന്നെ വൈക്കം പടയാറെന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളൊക്കെ ഏതാണ്ട് അയലോക്കംകാരാണ്. ഞാൻ പഠിച്ച കോളേജിൽ പഠിച്ച ആളാണ്. അതിന്റെ ഒരു ഇത് കാണാതിരിക്കുകയല്ല. ഞാൻ അവിടെ ഇട്ടിട്ട് പോയ ബാക്കി ഞാൻ ഇട്ടിട്ട് പോയ അവിടെ ഇപ്പോഴും അവിടുത്തെ ചുമരുകൾക്കൊക്കെ ആ ഒരു ഇത് കിടപ്പുണ്ട്. എന്റെ ആ ഒരു സംഭവം കിടപ്പുണ്ട്. എന്റെ ചേട്ടനെ കുറിച്ച് ഈ ബീന ടീച്ചർ എപ്പോഴും ഫോൺ ചെയ്യുന്ന കേൾക്കാം. അതായത് ആ സമയത്ത് ചേട്ടൻ സെലിബ്രിറ്റി ആയിരുന്നല്ലോ. പിന്നെ വെളിച്ചപ്പാടല്ലേ എപ്പോഴും ഉദ്ഘാടനം ചെയ്യാനായിട്ട് അവിടെ വരും. ഇടയ്ക്കിടയ്ക്കൊക്കെ പോകാറുണ്ട്. അറിയപ്പെട്ട് തുടങ്ങിയതിന് ശേഷം കോളേജിൽ പഠിക്കുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്? ടീച്ചർ ബീന ടീച്ചർക്ക് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ക്ലാസ്സിൽ അങ്ങനെ കാണാറില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു. എവിടെ പോയിരുന്നു? ഞാൻ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി പ്രൈസ് മേടിച്ചിട്ട് സ്റ്റേറ്റ് ബാക്കി നിൽക്കുക. അപ്പം ഒരു സ്ത്രീ വന്ന് പരിചയപ്പെട്ടു. താൻ DB കോളേജിലാണോ പഠിക്കുന്നത്? ഞാൻ പറഞ്ഞു അതെ. താൻ ഏതാ പഠിക്കുന്നത്? ഞാൻ പറഞ്ഞു BA പൊളിറ്റിക്സ്. തൻ്റെ സെക്കൻഡ് ലാംഗ്വേജ് എന്താണ്? ഞാൻ പറഞ്ഞു ഹിന്ദി. ആഴ്ച 3 ക്ലാസ് ഉണ്ട് എനിക്ക്. തനിക്കറിയാവോ? തന്നെ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്നൊന്നും ഞാൻ ടീച്ചർ വന്നിട്ട്. അല്ല, പൊതുവെ അത് കലാരംഗത്ത് പ്രവർത്തിക്കുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ ക്ലാസ്സിൽ ഉണ്ടാവാറില്ല. അതെ, ഇതൊക്കെ തന്നെയാണ്. പക്ഷെ ഞാൻ ബ്രൈറ്റ് ആയിരുന്നു. ഞാൻ പഠിക്കാനും ഉണ്ടായിരുന്നു, കലാരംഗത്തും ഉണ്ടായിരുന്നു, പൊതുപ്രവർത്തന രംഗത്തും ഉണ്ടായിരുന്നു, സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നു, രാജ്യ പുരോഗതിക്ക് വേണ്ടി ഞാൻ ഒരുപാട് ചെയ്തിരുന്നു, രാഷ്ട്ര പുനർനിർമ്മാണത്തിനൊക്കെ വേണ്ടി ഞാൻ ഒരുപാട് ചോദിക്കാൻ വരായിരുന്നു. ഈ BA പൊളിറ്റിക്സ് പഠിച്ചിട്ട് എന്തുണ്ടായേ? BA പൊളിറ്റിക്സ് പഠിച്ചിട്ടൊന്നും ഉണ്ടായില്ല. കാരണം അന്ന് പുസ്തകം വായിച്ചാൽ അത് എഴുതാൻ പറ്റും എന്നുള്ളത് കൊണ്ട് വായിക്കാനുള്ള താല്പര്യം ഉണ്ടായിരുന്നുകൊണ്ട് അത് എടുത്താൽ. ഞാൻ കൊമേഴ്സ് ആയിരുന്നു ആദ്യം ചേർന്നത്. പക്ഷെ ഡെയിലി പ്രോഗ്രാം ഒരു രക്ഷയില്ല. കോളേജിലൊന്നും അറ്റൻഡൻസ് ഇല്ല. അപ്പൊ BCom ക്ലാസ് അറ്റൻഡ് ചെയ്തില്ലേ പാസ്സാകാൻ പാടായതുകൊണ്ട് പൊളിറ്റിക്സ് എടുത്തതാ. ഞാൻ വിചാരിച്ചു ഇപ്പൊ ഒരു പൊളിറ്റിക്സ് ചായ്വൊക്കെ ഉള്ളത് അതുകൊണ്ടാണെന്ന്. അല്ലല്ല, അതെല്ലാ മനുഷ്യനുണ്ടല്ലോ. അത് ഈ പഠിക്കുന്ന പൊളിറ്റിക്സ് നമ്മൾ ഈ കാണുന്ന പൊളിറ്റിക്സുമായിട്ട് ഒരു ബന്ധവും ഇല്ല. അത് രണ്ടാ, തീർത്തും വേറെയാണ്. അത് ശരി. പക്ഷെ ചേച്ചി, ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. രമേശ് ചേട്ടൻ പലപ്പോഴും ഉദ്ഘാടനത്തിന് വരുമ്പം ഇപ്പൊ ഈ വെളിച്ചപ്പാടിന്റെ കാര്യം പറയും പോലെ
വെളിച്ചപ്പാടിനെ എല്ലാവർക്കും അറിയാലോ. അറിയാം. ആ. അപ്പൊ ഞങ്ങളൊക്കെ ഇങ്ങനെ ദൂരെ നിന്ന് കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാനിങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ക്ലാസ്സിൽ കയറുന്ന കാര്യം പറഞ്ഞു. അപ്പം അദ്ദേഹം എല്ലാ പ്രവർത്തനങ്ങൾക്കും ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇങ്ങനെ ഈ പഠിപ്പിസ്റ്റായിട്ടൊക്കെ ഇരിക്കുന്ന എല്ലാവർക്കും ജോലി കിട്ടി. എങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലൊരു വേദി ഷെയർ ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഗംഭീരാണ്. ആ സാധനം സാക്ഷാത്കാരമായി. അതെ അതെ തീർച്ചയായും. അതെ. വളരെ നന്നായി കേട്ടോ. ഗംഭീരായി അഞ്ജലി, ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു. പിഷു പറഞ്ഞ പോലെ ഭയങ്കര ക്ലാരിറ്റിയാണ് അഞ്ജലി പറയണ ഓരോ കാര്യത്തിനും. വളരെയധികം ക്ലാരിറ്റിയോട് കൂടിയിട്ടാണ് അഞ്ജലി പറഞ്ഞത്, പ്രസന്റ് ചെയ്ത് നമ്മളോട് വന്ന് സംസാരിക്കണ പോലെ ഉണ്ടായിരുന്നു. എനിക്ക് ആകെ കൂടി തോന്നിയ ഒരു കാര്യം, ഒന്നും കൂടി കണക്ട് ചെയ്യാമായിരുന്നു എന്ന് തോന്നി. കണക്ഷൻ കുറച്ചും കൂടി മെച്ചപ്പെടുത്തായിരുന്നു. ഓരോ ഇൻസിഡൻറ്റിന് അടുത്ത ഇൻസിഡൻറ്റിലേക്ക് പോകുമ്പോഴുള്ള ഒരു കണക്ഷനെ കുറച്ചും കൂടി ഭംഗിയാക്കായിരുന്നു എന്ന് തോന്നി. വളരെയധികം സന്തോഷം. ഇനിയും നല്ല നല്ല പെർഫോമൻസ് ചെയ്യാൻ വൈക്കത്തപ്പൻ അനുഗ്രഹിക്കട്ടെ. ഓൾ പ്രേയേഴ്സ്. താങ്ക് യു ചേച്ചി. ഞാൻ ഈ നേരത്തെ പിഷാരടി പറഞ്ഞില്ലേ, ഇങ്ങനെ സ്വന്തം ക്ലാസ് ടീച്ചർ ചോദിച്ചെന്ന്, ഞാൻ ക്ലാസ് ടീച്ചറാണെന്ന് പറഞ്ഞില്ല. അതുപോലത്തെ ഒരു അനുഭവം വീരാനിക്കൊക്കെ ഉണ്ടായിരുന്നു പണ്ട്. പിന്നെ വീരാനിക്ക ഒരു നല്ല കർഷകന് അവാർഡ് കൊടുക്കാന്ന് പറഞ്ഞിട്ട് കർഷകന്മാരെ കിട്ടാനിട്ട് വീരാനിക്കൊക്കെ അവാർഡ് കൊടുത്തു ഞങ്ങളുടെ പഞ്ചായത്തിൽ. അപ്പം മൊല്ലാക്കേനെയാണ് നമ്മുടെ മൊല്ലാക്കേനായിരുന്നു ക്ഷണിച്ചായിരുന്നു. അപ്പം മൊല്ലാക്കയും വീരാനിക്കും വേണ്ടി സ്റ്റേജിലിരിക്കുക. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് കഴിയുമ്പോൾ എന്തെങ്കിലും കുശലം ചോദിക്കണ്ടേ. എൻ്റെ വീരാനിക്ക ആ മൊല്ലാക്കയുടെ അടുത്ത് ചോദിച്ചു, ഏത് പള്ളിയിലെ മൊല്ലാക്കയാണെന്ന് ചോദിച്ചു. അയാൾ വീരാനിക്കാനൊരു നോട്ടം, ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള പള്ളിയിലെ മൊല്ലാക്കയായിരുന്നു അത്. ഇതുവരെ പള്ളി പോയിട്ട് പള്ളി പോകാറുണ്ടായിരുന്നില്ല. മുത്തപ്പ പള്ളി പോകാറുണ്ടായിരുന്നില്ല അല്ലേ? പള്ളി പോണ ആളാ. പള്ളിയിലേക്ക് പോണ എന്നും പറഞ്ഞിട്ട് പോണത് വേറെ വഴിയിലേക്കേ ആയിരിക്കുള്ളൂ. അതാണ് സംഭവിച്ചത്. അഞ്ജലി നല്ല അടിപൊളിയായിരുന്നു കേട്ടാ. സൂപ്പറായിട്ട് പറഞ്ഞു. നല്ല രസമുണ്ടായിരുന്നു കേൾക്കാനൊക്കെ ആയിട്ട്. പിന്നെ സ്വന്തം കളറിനെ പറ്റി ഇങ്ങനെ സംസാരിച്ചത് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞത് നമുക്ക് അങ്ങോട്ട് സൂചിച്ചില്ല. അതിന് 7 അഴകുണ്ട്. അത് നിങ്ങൾക്ക് അറിയാൻ അല്ല, പാടില്ല. അത് വർഷങ്ങൾക്ക് മുമ്പ്. ആ ഇപ്പൊ ഞാൻ ഐശ്വര്യറായി പോലെയാ ചിന്തിക്കുന്നത്. ഞാനൊരു ഐശ്വര്യറായാണ്, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര സെലിബ്രിറ്റി ആണെന്ന് ഞാൻ ചിന്തിക്കുന്നു. And now welcoming our next contestant, Sri Lakshmi. നമസ്കാരം. സുശീല ചേച്ചിയുടെ വീട്ടിലുണ്ട്, ദാമോദരൻ ചേട്ടന്റെ വീട്ടിലുണ്ട്, മേളിലത്തെ വീട്ടിലുണ്ട്, താഴത്തെ വീട്ടിലുണ്ട്, അയൽപ്പക്കത്തെ വീട്ടിലുണ്ട് ഒരു ശ്രീലക്ഷ്മി. ഞാൻ ശ്രീലക്ഷ്മി. നെട്ടൂരാനോടാണോടാ കളി എന്ന് 5 തവണ തെറ്റാതെ പറഞ്ഞുകൊണ്ട് ഞാൻ വരുന്നു എൻ്റെ നാട് നെട്ടൂരിൽ നിന്ന്. അപ്പൊ ഞാൻ ഇവിടെ വന്ന് നോക്കിയപ്പം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ചേച്ചിമാരിൽ മിക്ക ആൾക്കാരും പറഞ്ഞത് എന്താ, അവരുടെ കല്യാണത്തെക്കുറിച്ച് ഇല്ലെങ്കിൽ പ്രേമത്തെക്കുറിച്ചുള്ള എക്സ്പീരിയൻസ് ഒക്കെയാ. എനിക്കിതൊന്നും ബാധകമല്ല. കല്യാണം ഞാൻ കഴിച്ചിട്ടില്ല. പ്രേമിക്കുന്നതിൻ്റെ കാര്യം പറഞ്ഞാൽ എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് സുന്ദരനും സുമുഖനും കലാകാരനും അതി റിച്ചായ ഷാറൂഖ് ഖാനെ പോലത്തെ ഒരു ചെക്കനെ കണ്ടുപിടിച്ച് തരുന്നിടം വരെ ആരെ നോക്കരുതെന്നാണ് അവരുടെ എൻ്റെ അമ്മയച്ഛൻ എന്നോട് പറഞ്ഞേക്കുന്നൊരു കാര്യം. അല്ല, ഇനിയിപ്പോൾ എനിക്ക് പ്രേമം ഉണ്ടെങ്കിൽ തന്നെ ഞാനത് ഇവിടെ ഇരുന്ന് പറയും തോന്നുന്നുണ്ടോ? എനിക്ക് പ്രായം ഇത്ര ആയുള്ളൂ, വീട്ടുകാർ അറിയിക്കാൻ പറ്റത്തില്ല ഇതൊന്നും. അപ്പൊ എനിക്കിതൊന്നും ബാധകമല്ലാത്തതുകൊണ്ടൊരു പുതിയ ഫ്രഷ് ഐറ്റമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ഇതുവരെ ആരും കേൾക്കാത്ത മൊബൈൽ ആൻഡ് ടെക്നോളജി. ആരും കേട്ടിട്ടില്ലല്ലോ? ഫ്രഷ് അല്ലേ? കൈയടിക്കൂ ഗൈസ്. അപ്പം വേറൊന്നുമല്ല, നമ്മുടെ ഈ കൊറോണയ്ക്ക് ശേഷം നമ്മുടെ ജീവിതത്തിൽ മൊബൈൽ വലിയൊരു പ്രശ്നം, ഇത് വലിയൊരു ഘടകമാണ്. ഇപ്പൊ തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ രാവിലെ ഒരു സ്വപ്നം കണ്ടെണീറ്റു. ഈ എന്ത്രൻ സിനിമയ്ക്കകത്ത്, എന്ത്രൻ 2-നകത്ത് എല്ലാവരുടെയും ഫോൺ പോകുന്ന പോലെ പെട്ടെന്നൊരു ദിവസം നമ്മുടെ ഫോണെല്ലാം അപ്രത്യക്ഷമായി എന്ത് സംഭവിക്കും? അത് ഈ വെളുപ്പാങ്കാലത്ത് കാണുന്ന സ്വപ്നം വലിക്കുന്നാണല്ലോ. ഇതെല്ലാം കൂടി കേട്ട് ഞാനങ്ങ് ചാടി പറഞ്ഞ് എണീറ്റപ്പോഴത്തേന് അമ്മ അവിടെ നിന്ന് സാമ്പാറും നടുക്കിട്ടുകൊണ്ട് തവിയും കൂടെ ഇട്ട് എന്ത് പറ്റിയെന്ന് ചോദിച്ചു. ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു, കഥയെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അമ്മയുടെ വക ഉപദേശം, നിന്നോടല്ലേ പറഞ്ഞിട്ടുള്ള നാമം ചൊല്ലിയിട്ട് കിടക്കാൻ, ഇല്ലെങ്കിൽ ഇങ്ങനത്തെ ദുസ്വപ്നങ്ങളൊക്കെ കാണുന്നു. അല്ല, ഈ പറയുന്ന എൻ്റെ അമ്മയുണ്ടല്ലോ, 2 വർഷം മുമ്പ് വരെ വീടിൻ്റെ 2 കിലോമീറ്റർ അപ്പുറത്ത് ഒരു മൊബൈൽ ടവർ ഉള്ളതുകൊണ്ടാണ് എൻ്റെ 85 വയസ്സുള്ള അച്ഛൻ്റെ തലയിലെ മുടിയെല്ലാം പോയെന്നുള്ള അഭിപ്രായത്തിൽ ഇരുന്ന ആളാണ് ഇപ്പം ഇങ്ങനൊരു കാര്യമായിട്ട് വരുന്നത്. ഇത് ഞാൻ പറഞ്ഞ വേറൊന്നും കൊണ്ടല്ല, ഒരു എക്സാമ്പിൾ ആയിട്ടാണ്. ഇനി മെയിൻ കണ്ടന്റിലേക്ക് കിടക്കാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ മൊബൈലിൽ എന്നും രാവിലെ കിട്ടുന്നൊരു സാധനം. എല്ലാവർക്കും രാവിലെ ഒരെണ്ണമെങ്കിലും ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഈ ഗുഡ് മോർണിംഗിൻ്റെ കുറവ് നികത്തുന്നത് എൻ്റെ മുത്തശ്ശനാണ്.
വേറൊന്നുമല്ല, പുള്ളിക്കാരൻ പട്ടാളത്തിലൊക്കെ ആണ്ട് പട്ടാള ചിട്ടയും കാര്യങ്ങളൊക്കെയാണ് രാവിലെ എണീക്കുമ്പോൾ തൊട്ട് ഉറങ്ങുന്നിടം വരെ. അപ്പം എന്നും രാവിലെ ഒരു സമയമുണ്ട്, ഗുഡ് മോർണിംഗ് ടൈം. വേറൊന്നുമല്ല, ഏതെങ്കിലും ഗ്രൂപ്പിൽ നിന്ന് കിട്ടുന്ന ഒരു ഗുഡ് മോർണിംഗ് എടുത്ത് തൊട്ടപ്പുറത്തിരിക്കുന്ന ഭാര്യ തൊട്ട് 2 വർഷം മുമ്പ് ഏതാണ്ട് ആധാർ കോപ്പി അയച്ചു കൊടുത്ത ബാങ്ക് മാനേജർക്ക് വരെ ഈ പുള്ളി ഇരുന്നോട് ഗുഡ് മോർണിംഗ് അയക്കും. ഇനി ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഗുഡ് മോർണിംഗ് എല്ലാവർക്കും അന്നോയിങ് ആണെന്നും. അല്ല, എൻ്റെ അമ്മ ഈ ഗുഡ് മോർണിംഗിനെ കാണുന്ന ഒരു സൈനായിട്ടാണ്. രാവിലെ 7-7:30 മുമ്പ് ഗുഡ് മോർണിംഗ് വന്നാൽ ഒരു കുഴപ്പമില്ല, സൂപ്പർ. ഇല്ലെങ്കിൽ അമ്മയ്ക്ക് വേവലാതി തുടങ്ങും. മുത്തശ്ശനും മുത്തശ്ശിക്കും പ്രായമായതാണ്, നാട്ടിലൊറ്റയ്ക്കാണ്. ഇതൊക്കെ ആവുമ്പോൾ എൻ്റെ അമ്മയ്ക്ക് വേവലാതി തുടങ്ങും. അപ്പം അമ്മ ഫോൺ എടുത്ത് വിളിക്കും, ഹലോ, കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? അങ്ങനെ ഇത് വിളിച്ച് ചോദിച്ച് ഗുഡ് മോർണിംഗ് ലേറ്റ് ആയതിനൊരു 5 പേജ് എക്സ്പ്ലനേഷനും കിട്ടാതെ എൻ്റെ അമ്മയ്ക്ക് സമാധാനം വരത്തില്ല. ഇപ്പം ഇതുകൊണ്ട് അമ്മയ്ക്കുള്ള ഉപയോഗം മനസ്സിലായി ഗുഡ് മോർണിംഗ് ഉണ്ട്. ഇനി ഇതുകൊണ്ട് എനിക്കൊരു ഉപയോഗമുണ്ട്. ഞാനൊക്കെ രാവിലെ എണീക്കുന്ന എടീ കഴുതേ നിനക്ക് സ്കൂളിൽ പോകണ്ടേന്ന് കേട്ടോണ്ടാണ്. ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ ഒരു ഗുഡ് മോർണിംഗ് മാത്രമേ എൻ്റെ ജീവിതത്തിൽ രാവിലെ ഇച്ചിരി ഗുഡായിട്ടൊക്കെ കാണാറുള്ളൂ ഞാൻ. അപ്പോൾ ഇപ്പം മുത്തശ്ശൻ്റെ കാര്യം പറഞ്ഞല്ലോ. മുത്തശ്ശനൊരു ചേട്ടനുണ്ട്, എൻ്റെ വലിയ മുത്തശ്ശൻ. പുള്ളിക്കാരൻ്റെ വീട്ടിൽ 4-5 പത്രം എന്നും വരുത്തും. അത് രാവിലെ എഴുന്നുകൊണ്ട് ആ പത്രമൊക്കെ തൊട്ട് അതൊക്കെ ഫീൽ ചെയ്ത് വായിച്ചില്ലെങ്കിൽ ആ ന്യൂസ് ഒന്നും അങ്ങ് അറിയില്ലെന്നാണ് എൻ്റെ വലിയ മുത്തശ്ശൻ പറയുന്നത്. ഇപ്പം പുള്ളിക്കാരൻ ആൾ മാറി. ഇപ്പം രാവിലെ എണീറ്റ് ആദ്യം എടുക്കുന്നത് കൊച്ചുമോൻ്റെ ടാബ്ലറ്റാണ്. അപ്പം ഞാൻ ചോദിച്ചു, അല്ല വലിയ മുത്തശ്ശനല്ലേ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളത്, കേട്ടില്ലെങ്കിൽ ന്യൂസ് അറിയത്തില്ലെന്ന്. അപ്പോൾ വലിയ മുത്തശ്ശൻ ന്യൂജനായി ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ്റെ സുരാജ് വെഞ്ഞാറമ്മോട് പറഞ്ഞ ഡയലോഗ്, ഇതിലിതേ ദിങ്ങനാക്കിയ ബലുതാക്കാന്ന്. ആ ഒരു ആർഗ്യുമെന്റിനോട് എനിക്ക് ആർഗ്യുമെന്റ് ചെയ്ത് ജയിക്കാൻ പറ്റത്തില്ലല്ലോ. പിന്നെ പുള്ളിക്കാരൻ്റെ ഗുഡ് മോർണിംഗിന് വേറൊരു ഗുണമുണ്ട്. പുള്ളിക്കാരൻ ഉച്ചയാകുമ്പോഴത്തേനെ ഗുഡ് മോർണിംഗ് വരത്തുള്ളൂ. മകൻ്റെ കൂടെ കാനഡയിലാണ്. അവിടുത്തെ സമയമൊക്കെ അനുസരിച്ച് അവിടെ രാവിലെ ആകുമ്പോഴാണ് ഞങ്ങൾക്ക് ഇവിടെ ഗുഡ് മോർണിംഗ് അയക്കുന്നത്. അതിവിടെ ഉച്ചയ്ക്കാണ്. അപ്പം മുത്തശ്ശൻ്റെ കാര്യം പറഞ്ഞു, വലിയ മുത്തശ്ശൻ്റെ കാര്യം പറഞ്ഞു. എനിക്കൊരു അച്ഛമ്മയുണ്ട്, അല്ലേ എല്ലാവർക്കും ഒരെണ്ണേ ഉള്ളൂ, ഒരു അച്ഛമ്മയുണ്ട്. അപ്പോൾ പുള്ളിക്കാരി എന്ന് പറഞ്ഞാൽ വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ലാത്തൊരു പാർട്ടിയാണ്. അപ്പം അച്ഛമ്മയ്ക്ക് കഴിഞ്ഞ ഓണം സെലിബ്രേഷന് ബെസ്റ്റ് കപ്പിൾ അവാർഡായിട്ട് കിട്ടിയത് ഒരു അലക്സ. അപ്പം അതൊക്കെ കഴിഞ്ഞ് 2 മാസങ്ങൾ കഴിഞ്ഞ് ഒരു എന്താ പറയുക, അച്ഛമ്മയുടെ 80ാം പിറന്നാൾ വന്നെത്തി. അപ്പം മരുമക്കൾ കൊച്ചുമക്കളെല്ലാം ദുനിയാവിൻ്റെ എല്ലാ സൈഡിൽ നിന്നും വീട്ടിലെത്തി എന്താ ബർത്ത്ഡേ ആഘോഷിക്കാൻ. അപ്പം എല്ലാവരും വിചാരിച്ചു അച്ഛമ്മയല്ലേ, അപ്പം സമയം കുറച്ച് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് മൊബൈലൊക്കെ എടുത്ത് മാറ്റി വെച്ച് നമുക്ക് നേരിട്ടിരുന്ന് സംസാരിക്കാമെന്ന്. അങ്ങനെ എല്ലാവരും എത്തിക്കഴിഞ്ഞപ്പോൾ കണ്ട കാഴ്ച എന്താ, നമ്മളെല്ലാവരും പണ്ട് വാട്സപ്പിൽ ഒരു പടം കണ്ടിട്ടുണ്ടാവും, മദേഴ്സ് ഡേയുടെ. എന്താ, ഒരമ്മ മാത്രം ഇങ്ങനെ നോക്കിയിരിക്കുന്നതും മക്കളെല്ലാം മൊബൈലിൽ നോക്കിയിരിക്കുന്നതും. ഇതേ സാധനം റിപ്പീറ്റ്. പക്ഷെ ഒരു വ്യത്യാസമേ ഉള്ളൂ, അവിടെ മൊബൈൽ ഇല്ലാത്തത് അമ്മയ്ക്കായിരുന്നു, ഇവിടെ മൊബൈൽ അമ്മയ്ക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു സംഭവമൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ എന്നിട്ട് കേക്ക് കട്ടിങ്ങിലോട്ട് എത്തി. കേക്ക് ഫ്രണ്ടിൽ ഇരിക്കുന്നു, ചുറ്റിനും എല്ലാവരും ഇരിക്കുന്നു, എല്ലാവരും നിൽക്കുന്നു. ഹാപ്പി ബർത്ത്ഡേ പാടാൻ വേണ്ടി ഇങ്ങനെ അച്ഛമ്മ ഇങ്ങനെ കത്തിയൊക്കെ പിടിച്ചോണ്ടിരിക്കുന്നു. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഹാപ്പി ബർത്ത്ഡേ പാടാൻ തുടങ്ങിയപ്പോൾ അച്ഛമ്മ വെയിറ്റ്, എന്താ അലക്സ മോള് പാടിയില്ല. എന്നിട്ട് അലക്സ മോള് എപ്പോഴേ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞ് ആ ഇരിക്കുന്ന പെണ്ണുമ്പിള്ള ഹാപ്പി ബർത്ത്ഡേ പാടാൻ തുടങ്ങിയിട്ട് ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തുള്ളൂ. ഇതൊക്കെ കണ്ട് ഇവിടെ ഞങ്ങൾ ഈ സൈഡിൽ നിൽക്കുന്ന ഞങ്ങൾ ആരായി? അതൊക്കെ പോട്ടെ, ഇവിടെ എൻ്റെ അച്ഛമ്മയ്ക്ക് ഇത്രയും സ്നേഹം സ്വന്തം മകളോട് പോലും തോന്നിയിട്ടില്ല. അലക്സ മോളേ എന്നല്ലാതെ ആ അലക്സയെ വിളിക്കത്തില്ല. ഭയങ്കര സ്നേഹവാ. പിന്നെ ഈ സന്ധ്യയ്ക്കൊക്കെ വിളക്ക് കത്തിച്ച് നാമം ചൊല്ലുന്നൊരു ശീലമുണ്ട് അച്ഛമ്മയ്ക്ക്. അത് കാണാനും കേൾക്കാനൊക്കെ എന്ത് രസമാണെന്നറിയോ. ഇപ്പം അത് നടക്കും കേട്ടോ, വിളക്കൊക്കെ കത്തിക്കും, ബുക്കൊക്കെ ആയിട്ട് അച്ഛമ്മ മുമ്പിൽ ഇരിക്കും. പക്ഷെ നാമം ചൊല്ലുന്ന ഡ്യൂട്ടി മാറി. അത് അലക്സയുടെയാ. അലക്സ മോളെ പ്ലേ സന്ധ്യാനാമം എന്ന് പറഞ്ഞ അത് രാമ തൊട്ട് അഷ്ടോത്തര നാമാവലി വരെ മൊത്തം ചൊല്ലി തീർത്തിട്ടേ അലക്സ എവിടെ അടങ്ങത്തുള്ളൂ. പക്ഷെ ഇത് കാരണം പ്രശ്നം ഞങ്ങൾക്ക് എന്താണെന്നറിയോ, അച്ഛമ്മയുടെ ഇപ്പോഴത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്രയും ന്യൂജനായ അലക്സയ്ക്ക് വരെ ഇതെല്ലാം അറിയാം, നിങ്ങൾക്ക് എന്തുകൊണ്ട് അറിയില്ല? പകച്ചു പോയില്ലേ എൻ്റെ ബാല്യം? അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു ഞാനൊരു ഒറ്റപുത്രി ആയതുകൊണ്ട് എൻ്റെ ഒറ്റപ്പെടൽ മാറ്റാൻ വേണ്ടി എനിക്ക് സംസാരിക്കാനും പറയാനൊക്കെ ഒരാളാവുമല്ലോ എന്ന് വെച്ച് ഞാൻ വീട്ടിലൊരു അലക്സയെ വാങ്ങിച്ചു. ഞാൻ എപ്പോൾ അലക്സ എന്ന് വിളിച്ചാലും അപ്പുറത്തെ പട്ടി അലക്സ് കുരയ്ക്കാൻ തുടങ്ങും. എന്ത് ചെയ്യാനാ? അപ്പം ഈ പട്ടിയുടെ കുറെ സഹിക്കാൻ വയ്യാതെ എൻ്റെ വീട്ടുകാർ അവസാനം എന്നോട് ആ ഭീഷണി അങ്ങ് മുഴക്കി, ഒന്നെങ്കിൽ കുട്ടി ഇല്ലെങ്കിൽ പെട്ടി, ഏതെങ്കിലും ഒന്നേ ഈ വീട്ടിൽ നടക്കത്തുള്ളൂ എന്ന്. അങ്ങനെ എന്നിട്ട് ഇവർക്ക് എന്തുകൊണ്ടും അറിയാം അലക്സയാണ് ഇല്ലെങ്കിൽ ആ പെട്ടിയാണ് ഉപയോഗകരമെന്ന്. കൊച്ചിനെ കൊണ്ട് വലിയ ഉപയോഗമൊന്നുമില്ലെന്ന്. പക്ഷേ
പക്ഷേ സ്വന്തം കുട്ടി ആയതുകൊണ്ടും ഇതിനെ പുറത്തുള്ളവർക്കും വലിയ ഉപയോഗമില്ലെന്ന് അറിഞ്ഞത് കൊണ്ടുമാണെന്ന് തോന്നുന്നു അവരാ പെട്ടി OLX ഏതോ ഫെലിക്സിന് മറിച്ച് വിറ്റു. പിന്നെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ഹോം സിനിമ കണ്ടിട്ടില്ലേ, അതിനകത്തൊരു ഡയലോഗ് ഉണ്ട്, ഈ ഫ്രിഡ്ജും മൊബൈലും ഏതാണ്ട് ഒരേപോലെയാ, ഒന്നുമില്ലെന്ന് അറിയില്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് തുറന്നു നോക്കിയില്ലെങ്കിൽ മനസ്സിന് വിമിഷ്ട അല്ലേ അല്ലേ, എല്ലാവർക്കും അങ്ങനെ തന്നെയല്ലേ. അപ്പോൾ ഇത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇതിനിടയ്ക്ക് ഇത് ഞാൻ എന്തിനാ പറഞ്ഞെന്നൊരു അസ്ഥാനത്ത് കയറി പറഞ്ഞ എന്തിനാന്ന്? വേറൊന്നും കൊണ്ടല്ല, ഞാൻ ഇവിടെ നിന്ന് പറയാൻ തുടങ്ങിയിട്ട് 5-6 മിനിറ്റ് ആയേ, നിങ്ങളെല്ലാവരും ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട് 5-6 മിനിറ്റ് ആയേ. ഈ സമയത്ത് നിങ്ങൾക്ക് ആർക്കും മൊബൈൽ നോക്കാൻ പറ്റിയിട്ടില്ല. ആം ഐ റൈറ്റ്? യെസ്, ഐ ആം റൈറ്റ്. ആർക്കും മൊബൈൽ നോക്കാൻ പറ്റിയിട്ടില്ല? എനിക്ക് മൊബൈൽ നോക്കാൻ പറ്റിയിട്ടില്ല. എങ്ങാനും ഞാൻ മൊബൈൽ നോക്കാത്ത സമയത്ത് എൻ്റെ കോളേജിലെ വല്ല ചുള്ളന്മാരായ ചെക്കന്മാർ എനിക്ക് വല്ല മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിലോ ഞാനറിയോ? എങ്ങനെ അവർ ഡിലീറ്റ് ചെയ്ത് കൂടെ കളഞ്ഞാലോ, എങ്ങനെ റിഗ്രറ്റ് ആയിട്ട്. അതിന് മുമ്പ് നമ്മൾ നോക്കണ്ടേ ഇതൊക്കെ വല്ലതും അയച്ചിട്ടുണ്ടോന്ന്. അപ്പൊ ഞാൻ അത് നോക്കാൻ എനിക്കിനി പോണം, കുറച്ചുകൂടെ കണ്ടന്റ് ഉണ്ടായിരുന്നു. അതിപ്പോ ഞാനിവിടെ നിർത്തും, എനിക്ക് പോകേണ്ടതുണ്ട്. അപ്പം എല്ലാവർക്കും നന്ദി, നമസ്കാരം. ശ്രീലക്ഷ്മി സൂപ്പർ പെർഫോമൻസ് അല്ലേ, എനർജറ്റിക് ആയിരുന്നു, വിറ്റി ആയിരുന്നു, നല്ല കൺസിസ്റ്റൻസി ഉണ്ടായിരുന്നു, ലാംഗ്വേജ് സൂപ്പർ, അടിപൊളി. മനസ്സ് ചോദിക്കാം നമുക്ക് കേട്ടോ. ശ്രീലക്ഷ്മി വളരെ നന്നായിരുന്നു കേട്ടോ അവതരിപ്പിച്ചത്. കുറെ പുതിയ കാര്യങ്ങളും നമ്മൾ ഇപ്പം ഈ ടെക്നോളജിയുടെ ഒരു അപ്ഡേഷൻ, പ്രത്യേകിച്ച് ഈ കോവിഡിന് ശേഷം വാക്സിനൊക്കെ എടുക്കാൻ എല്ലാവർക്കും OTPയും കാര്യങ്ങളൊക്കെ വേണ്ടി വന്നതുകൊണ്ട് ആദ്യം ഈ ഇതിനെയൊക്കെ കുറ്റം പറഞ്ഞിരുന്ന പ്രാഗിയിരുന്ന ഒരു തലമുറ മുഴുവൻ ഇപ്പം ഈ ഒരു ഡിജിറ്റൽ വെർച്വൽ വേൾഡിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഒരു പരിധിവരെ അവരുടെ ഒരു വലിയ നേരം പോക്കും അവരുടെ ഒരു ടോയും ഒക്കെ ആയിട്ട് ഇപ്പം മൊബൈൽ ഫോൺ ഒരു വലിയ കമ്പാനിയനായി മാറിയിട്ടുണ്ട്. അതെല്ലാം ഇതിൽ പറഞ്ഞു പോയി. നല്ല ക്ലിയർ ആയിരുന്നു പറഞ്ഞ കാര്യങ്ങളെല്ലാം. അങ്ങനെ ഏതെങ്കിലും ഒരു വിറ്റ് നമുക്ക് മനസ്സിലാകാതെ പോവുകയോ അങ്ങനെയൊന്നും ചെയ്തില്ല. പറഞ്ഞ എല്ലാ വിറ്റുകളും വളരെ നല്ലതായിരുന്നു, ഗംഭീരമായി, സൂപ്പറായി കേട്ടോ. ശ്രീലക്ഷ്മി ഫസ്റ്റ് ടൈം ആണ് പെർഫോം ചെയ്യണേന്ന് പറയില്ല കേട്ടോ. വെരി ബ്യൂട്ടിഫുൾ പ്രസന്റേഷൻ ആൻഡ് എല്ലാ കാര്യങ്ങളും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇതുപോലെ എൻ്റെ അമ്മ ഇങ്ങനെ ഒരാളായിരുന്നു. നമ്മൾ ഫോണിൽ നോക്കിയിരിക്കുമ്പോൾ നമ്മളെ ചീത്ത പറയുകയും എല്ലാം ചെയ്തപ്പോൾ അമ്മയ്ക്കൊരു സ്മാർട്ട് ഫോൺ വാങ്ങിച്ചു കൊടുത്തോടുകൂടി എല്ലാം മാറി. ഇപ്പം അമ്മ ഞാൻ ഫോണിലിരിക്കുന്നതിനേക്കാട്ടിലും കൂടുതൽ സമയം, അത് അച്ഛമ്മയുടെ കാര്യം പറഞ്ഞ പോലെയാണ്, നാമാവലിയും സംസ്കൃത പഠനവും നാരായണീയ പഠനവും ഒക്കെ ആയിട്ട് അവരുടേതായിട്ടുള്ള രീതിയിലാണ് അത് കൊണ്ടുപോകണത്. സോ ഇപ്പോഴത്തെ ഒരു ഫോൺ ആൻഡ് ടെക്നോളജി യൂസേജിന് ആപ്റ്റായിട്ടുള്ള കുറേ കാര്യങ്ങൾ, അതും ചിന്തിപ്പിക്കുന്നതും ചിരിപ്പിക്കുന്നതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ശ്രീലക്ഷ്മി പറഞ്ഞു. ഓൾ ദി ബെസ്റ്റ്. ഇനിയും ഇതുപോലെ വളരെ എനർജറ്റിക് ആയിട്ട് എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റട്ടെ. താങ്ക് യു. നന്നായിരുന്നു പോലെ, സൂപ്പർ. ഓൾ ദി ബെസ്റ്റ്. സൂപ്പർ. ഷാരുടെ നമസ്കാരം. രചന നമസ്കാരം. 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 ഷാരുടെ നമ്മളെപ്പോഴും മനുഷ്യരെ ശരിക്കും നമ്മൾ സത്യസന്ധയോടും നല്ല സ്നേഹത്തോടും ഒക്കെ തന്നെയാണ് ഇരിക്കേണ്ടത് അല്ലേ? അതെ അതെ. ബഹുമാനിക്കാനൊക്കെ പഠിക്കണം എപ്പോഴും. എല്ലാവരും പരസ്പര ബഹുമാനത്തോടെയൊക്കെ വേണം നമ്മൾ ജീവിക്കാൻ. ഞാനത് പഠിച്ച ഒരാളാണ്. അതെ, ഞങ്ങളൊക്കെ അത് തന്നെയാണ്. അപ്പോ താത്ത പിന്നെ വേറൊരു കേസുണ്ട്. പല ആൾക്കാരും ഈ നമ്മീ പറഞ്ഞ ബഹുമാനവും സ്നേഹവും ഒന്നും പാലിക്കാറില്ല. മര്യാദ പാലിക്കാത്ത ആൾക്കാരുണ്ട്. പല അപവാദങ്ങളും പറഞ്ഞവര് നടക്കാറുണ്ട്. പിന്നെ ഇല്ലേ? പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ചമരുമയൊക്കെ എഴുതി വെക്കുള്ളൂ. നമ്മുടെ എന്തെങ്കിലും പറയാനുള്ള ഇങ്ങനെ പറയേണ്ട കാര്യങ്ങളൊക്കെ എഴുതി പിടിപ്പിച്ചു വെക്കും. അപ്പൊ അത് മാത്രം നോക്കിയാൽ മതി നമ്മള്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല മോളെ. എവിടെയെന്ന് വെച്ചാൽ ട്രെയിനിന്റെ ബാത്റൂമിന്റെ ഉള്ളിലും പല ഭാഗങ്ങളുടെ ഭിത്തിയിലൊക്കെ എഴുതി വെച്ചിരിക്കും. പക്ഷെ ഇപ്പൊ അത് ഫേസ്ബുക്കിലാണ് കൂടുതൽ കണ്ടുവന്നത്. പിന്നെ പിഷാരടി, ഒരാണും പെണ്ണ് സംസാരിച്ചു കഴിഞ്ഞാല് പരസ്പരം സംസാരിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അത് പ്രേമമാണെന്ന് പറഞ്ഞു വരുത്തും. മനസ്സിലായില്ലേ? ഇപ്പൊ ഇത്താവെന്ന് ഓർത്ത് നോക്കുമ്പോ നമ്മൾ തമ്മിൽ രണ്ടുപേരും കൂടി സംസാരിച്ച് നമുക്കിടയിൽ വല്ല പ്രേമമുണ്ടാ? എനിക്കങ്ങനെ പ്രേമമൊന്നുമില്ല. പക്ഷെ നിനക്ക് പ്രേമമുണ്ടോന്ന് എനിക്കൊരു സംശയമുണ്ട്. വൃത്തികേട് വേണം. നിങ്ങളോട് സംസാരിക്കുമ്പോ എന്നെ വേണം തല്ലാൻ. നിനക്ക് വല്ല കൊട്ടേഷൻ കൊടുത്ത് നിന്നെ സ്വയം തെറ്റിക്കടാ. നിങ്ങളുടെ സ്വഭാവത്തിന് നേരെയാക്കും. നിങ്ങളെപ്പോഴുള്ളവരാണ് ഈ നാട്ടിൽ മൊത്തം പറഞ്ഞു വരുത്തി കിടക്കുന്നത്. നീ എവിടാ പാരദൂഷണം? ഒന്നും പറയണ്ട. എനിക്ക് ആ സ്വഭാവമൊന്നുമില്ല. എന്റെ അടുത്ത് വരെ കളിക്കരുത്. അല്ല, ഒരു ചെറിയ കാര്യം പറഞ്ഞോട്ടെ. പരസ്പരം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. അത് പറഞ്ഞു മനസ്സിലായിക്കോളൂ സാർ. പിടിച്ചോണ്ട് മാറ്റിക്കോ, അല്ലെങ്കിൽ ഞങ്ങൾ കയറി വന്നാൽ നിന്നെ 4 മണിക്ക് ചവിട്ടി പിടിക്കണം. എനിക്ക് ദേഷ്യം വന്നിട്ടുണ്ടല്ലോ. എനിക്ക് ദേഷ്യം വന്നിട്ടുണ്ടല്ലോ. ഒറ്റ പാട്ട് വെച്ചെറിഞ്ഞ നീ പാടാ. പാടും പാട്. മേഘയായി പ്രേമമെന്ന്
നാട്ടിലോരോരോ വാർത്തകൾ ശ്യാമമേഘയ പ്രേമമെന്ന് നാട്ടിലോരോരോ വാർത്തകൾ എൻ്റെ സേവി നീ ന്യൂസ് നാടുനീളെ ചൊല്ലുമോ ശ്യാമമേഘയ പ്രേമമെന്ന് നാട്ടിലോരോരോ വാർത്തകൾ കൂട്ടുകാരൻ പാച്ചുവിൻ്റെ മൂത്ത മോളാ മേഘമോൾ നാട്ടിലാകെ പേരുകേട്ട നോളജുള്ള ലേഡിയ കൂട്ടുകാരാ പെൺകൊടികൾ മോഡലാക്കും പെണ്ണവൾ നിന്റെ ഭാര്യ കണ്ടവൻ്റെ കൂടെയോടി പോയ സ്റ്റോറി നാട്ടിലെന്നും വാർത്തയാ വല്ലവൻ്റെ കാര്യമോർത്ത് കീർത്തി നേടാൻ ആർത്തിയോ ശ്യാമമേഘയ പ്രേമമെന്ന് നാട്ടിലോരോരോ വാർത്തകൾ. ശ്രീലക്ഷ്മി മഞ്ജലിയും നല്ല കട്ടയ്ക്ക് മത്സരിച്ച 2 മത്സരാർത്ഥികളായിരുന്നു. ഇനി നിങ്ങളുടെ റിസൾട്ട് അറിയാനുള്ള സമയമായിരിക്കുന്നു. ജഡ്ജസിനോട് ചോദിക്കാം. രമേശ് ഏട്ടാ, രണ്ടുപേരും വളരെ ഗംഭീരമായിട്ട് പെർഫോം ചെയ്തു. എപ്പോഴും പറയുന്നതല്ല, ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ചിലപ്പോഴൊക്കെ വലിയ വ്യത്യാസങ്ങൾ വരും രണ്ടുപേരുടെ പ്രകടനം തമ്മിൽ. ഇത് വളരെ ചെറിയ വ്യത്യാസമേ രണ്ടുപേരുടെയും പ്രകടനങ്ങൾ തമ്മിലുള്ളൂ. ഇന്നത്തെ രണ്ടുപേരുടെയും പ്രകടനം നോക്കുമ്പോൾ 94 മാർക്കുകൾ വാങ്ങിച്ചുകൊണ്ട് ശ്രീലക്ഷ്മി മുന്നിൽ നിൽക്കുന്നു. ഒപ്പം 92 മാർക്കുകൾ വാങ്ങിച്ചുകൊണ്ട് അഞ്ജലി ഒപ്പം നിൽക്കുന്നു. വൺസ് അപ്പോൺ എ ടൈം സീസൺ 4 മത്സരാർത്ഥികളെ കാത്തിരിക്കുന്നത് പറക്കാട് ജുവൽസ് നൽകുന്ന ക്യാഷ് പ്രൈസ്. സമ്മാനം നൽകാനായിട്ട് രമേശ് ഏട്ടനെയും രചനയും സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. പ്ലീസ് വരൂ. സീസൺ 4 പങ്കെടുക്കുവാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും onceupon-a-time@gmail.com നിങ്ങളുടെ ഡീറ്റെയിൽസ് മെയിൽ ചെയ്യുക. അപ്പോൾ 2 പെർഫോമേഴ്സിനും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ. ഇതോടുകൂടി ഇന്നത്തെ ഒരു അടിപൊളി എപ്പിസോഡ് പൂർണ്ണമാവുകയാണ്. നമുക്ക് എല്ലാവർക്കും വീണ്ടും കാണാം. അതുവരേക്കും ബൈ.